ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 11ാം ക്ലാസ് മാത്സിലെ മൂന്നാമത്തെ പാഠമായിട്ടുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ട്രിഗണോമെട്രിയിൽ നമുക്ക് തുടക്കത്തിൽ പഠിക്കാനുള്ളത് എന്താണ് ആംഗിൾ, പിന്നെ ആംഗിൾസിനെ സംബന്ധിക്കുന്ന കുറച്ച് ടേംസ് അതെല്ലാം ആണ്. അത് നമുക്ക് തുടങ്ങാം. ഒരു ആംഗിൾ എപ്പോഴും തുടങ്ങുന്നത് ഒരു ലൈനിൽ വെച്ചിട്ടായിരിക്കും. ആ ലൈനിൽ നിന്നാണ് ആംഗിൾ ഉണ്ടാവുന്നത്. സോ ആ ലൈനിനെ നമ്മൾ ഇനീഷ്യൽ സൈഡ് എന്ന് പറയും. ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ആദ്യം എന്നല്ലേ, അപ്പോൾ ആദ്യത്തെ സൈഡാണ്. ഇനീഷ്യൽ സൈഡിൽ നിന്ന് മുകളിലോട്ടോ താഴോട്ടോ ആണ് ആംഗിൾ പോവുക. ഓക്കെ, അപ്പോൾ മുകളിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആംഗിൾ. ആംഗിളിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ നമുക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം, എന്നാലും തീറ്റ എന്നെടുക്കാം. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ തീറ്റ. താഴേക്കാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ മൈനസ് തീറ്റ ആയിരിക്കും. ഓക്കെ, താഴേക്ക് ആയതുകൊണ്ടാണ് മൈനസ് എന്ന് കാണിച്ചത്. ഓക്കെ, അപ്പോൾ ക്ലോക്ക് വൈസിലാണെങ്കിൽ മൈനസ് തീറ്റ, ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ തീറ്റ. അപ്പോൾ ഈ ആംഗിൾ കറങ്ങാൻ തുടങ്ങിയ പോയിന്റ് ഇതാണ്. സോ വി കോൾ ഇറ്റ് ആസ് വെർട്ടെക്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആംഗിളിനെ സംബന്ധിക്കുന്ന കുറച്ച് ടേംസ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഡിഗ്രി മെഷേഴ്സ് ആണ്. ഇത് 90 ഡിഗ്രി വരും, ഇത് ഇത്രയും 180, ഇത് ഇവിടെ നിന്ന് 0 നിന്ന് കറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ 270, മൊത്തത്തിൽ തിരിച്ചെത്തി വരുമ്പോൾ 360 ഡിഗ്രി. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മളിവിടെ പുതിയതായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് 1 ഡിഗ്രി ആംഗിളിനെ 60 ഈക്വൽ പാർട്ടാക്കി മുറിക്കുന്നു. അപ്പോൾ നമുക്ക് 60 മിനിറ്റ് കിട്ടും. ഓക്കെ, മിനിറ്റ് ഒരു ബാർ സ്ലാഷ് പോലെ ഇങ്ങനെ മുകളിലിടുന്നതാണ് ഇത്. ഓക്കെ, അപ്പോൾ 1 ഡിഗ്രിനെ 60 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 1 മിനിറ്റ്. ഓക്കെ, അതുപോലെ 1 മിനിറ്റിനെ 60 ആക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 60 സെക്കൻഡ്സ് കിട്ടും. 2 ഡാഷ് ഉണ്ടാകും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തതാണ് റേഡിയൻ ഡിഗ്രി കൺവേർഷൻ. അപ്പോൾ റേഡിയൻ എന്ന് പറഞ്ഞാൽ ആംഗിളിന് പറയുന്ന വേറെ ഒരു യൂണിറ്റ് ആണ് റേഡിയൻ. ഓക്കെ, അതാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ റേഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ എന്ന് പറയുന്നത് പൈ റാഡ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, അതാണ്. അതായത് നമ്മളൊരു യൂണിറ്റ് സർക്കിൾ എടുത്തു. അതായത് യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ റേഡിയസ് 1 യൂണിറ്റ് ആയ സർക്കിൾ എടുത്തു. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2π ആണ്. ഓക്കെ, അതായത് 360 ഡിഗ്രി തിരിയാൻ 2π, അപ്പോൾ 180 ഡിഗ്രി തിരിയാൻ π. അപ്പോൾ അതാണ് പൈ റാഡ് എന്നുള്ള രീതിക്ക്. ഓക്കെ, ഹാഫ് സർക്കിളിലാണ് 180 വരുമ്പോഴാണ് നമ്മൾ π എന്ന് പറയുക. അപ്പോൾ ഇതാണ് പൈ റാഡ്. അപ്പോൾ ഒരു റാഡ് എന്ന് പറയുമ്പോൾ 180/π. ഈ പൈനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു റാഡ് കിട്ടും. അപ്പോൾ 1 ഡിഗ്രി എന്ന് പറയുന്നത് π/180 റാഡാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു കൺവേർഷൻ വരുന്നത്. ഇനി നമുക്ക് ഒരു സാധനം നമുക്ക് റേഡിയനിൽ തന്നു. ഫോർ എക്സാമ്പിൾ 3π/2 റാഡ് എന്ന് എഴുതി. പൈ ഇട്ടാൽ അത് റേഡിയൻ ആണ്, അത് പ്രത്യേകം എഴുതില്ല. 3π/2 എന്ന് കണ്ടാൽ പൈ ഉണ്ടോ അത് റേഡിയൻ ആണ്. അപ്പോൾ 3π/2 എന്ന് പറഞ്ഞാൽ റേഡിയൻ ആണ്. റേഡിയനിൽ കിടക്കുന്ന ഒരു സാധനത്തിനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ നമ്മൾ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റേഡിയനിലുള്ളതിന് ഡിഗ്രി കിട്ടും. അപ്പോൾ എങ്ങനെ വരും? പയ്യും കട്ടാകും. 180 ഇത് കട്ട 90, സോ 270 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ റേഡിയനുള്ള ഒരു സാധനത്തിനെ ഡിഗ്രിയിലേക്ക് മാറ്റി. നമുക്കൊരു ഡിഗ്രി തന്നു, അതിനെ റേഡിയനിലേക്ക് മാറ്റാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്ക് 3π/2 എന്ന് കിട്ടും. ഓക്കെ, അതായത് റേഡിയനെ ഡിഗ്രി ആക്കി മാറ്റാം, ഡിഗ്രീനെ റേഡിയൻ ആക്കി മാറ്റാം. ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ആണ് ഇമ്പോർട്ടൻ്റ്. ട്രിഗണോമെട്രിയിൽ വെച്ചിട്ട് ഈ ഒരു ഇക്വേഷനും വെച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഇക്വേഷൻസും വരുന്നത്. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാനായിട്ട് നോക്കുക. സിമ്പിളാണ്. നമ്മളൊരു യൂണിറ്റ് സർക്കിൾ എടുത്തു. ഓക്കെ, യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ റേഡിയസ് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സും നമുക്ക് എഴുതാവുന്നതാണ്. ഇതിൻ്റെ കോർഡിനേറ്റ് 1 0, യൂണിറ്റ് സർക്കിളാണ്, അപ്പോൾ 1 അല്ലേ. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് 0 1, ഇതിൻ്റെ -1 0, ഇതിൻ്റെ 0 -1. അങ്ങനെയാണ്. ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് റേഡിയസ് ആകുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടുത്തെ ആംഗിൾ x എന്നും എടുക്കുന്നു. ഓക്കെ,
ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് എ ബി എന്നും കൊടുക്കുന്നു, പെർപെൻഡിക്കുലർ സൈഡ്സിന് എ ബി എന്നും ഹൈപ്പോടെന്യൂസിന് 1 എന്നും കൊടുക്കുന്നു. കാര്യം യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ടാണ് റേഡിയസ് 1 ആയത്. അപ്പോൾ ഞാനിവിടെ എക്സ് എന്നുള്ള ആംഗിളിന് സൈൻ എടുക്കുന്നു. അപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെന്യൂസ്, അതായത് b/1 ബി ആണ്. ഓക്കെ, ഇനി അതേ ആംഗിളിന് കോസ് കൊടുക്കുന്നു. അപ്പോൾ കോസ് എക്സ് ഈക്വൽ ടു, കോസ് എക്സ് എന്ന് പറയുന്നത് അഡ്ജസെന്റ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ്. അഡ്ജസെന്റ് സൈഡ് എയും ഹൈപ്പോടെന്യൂസ് 1ഉമാണ്. സോ a/1 a. ഇനി ഞാൻ എഴുതാൻ പോകുന്നത് ഇതിന്റെ പൈതഗോറിയൻ റിലേഷൻ. ഓക്കെ, നമ്മൾ പൈതഗോറസ് തിയറം വെച്ച് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതും? a² + b² = 1² അല്ലെ? റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് അങ്ങനെ എഴുതാവുന്നതാണ്. എക്ക് നമ്മളിവിടെ കോസ് എക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എയും കോസ് എക്സും സെയിം. അപ്പൊ കോസ് x² പ്ലസ് സൈൻ x² = 1. ഓക്കെ, ഇനി സ്ക്വയറിനെ ഞാൻ ഉള്ളിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ cos² x പ്ലസ് sin² x = 1. ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഇക്വേഷനും ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ തന്നെ ഫോംസ് ഒക്കെ മാറ്റിയിട്ട് എഴുതാം. ഇപ്പോൾ cos² x = 1 പ്ലസ് sin² x ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് sin² x, 1 - sin² x എന്ന് എഴുതാം. sin² x എനിക്ക് 1 - cos² x എന്ന് എഴുതാം. അപ്പൊ ഇത് 3 പഠിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട, ആദ്യത്തെ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. ബാക്കിയുള്ളത് അതിൽ നിന്ന് ഡെറൈവ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. 3 ഒക്കെ പഠിച്ച് വെറുതെ ടൈം കളയേണ്ടതിൽ 1 പഠിക്കുക. നെക്സ്റ്റ് സൈൻ എക്സ്, അതായത് ഒരു ആംഗിളിന് സൈൻ എപ്പോഴെല്ലാം 0 ആകുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ നമുക്ക് ആ ഒരു സർക്കിളിന്റെ അത് കാണിച്ചതിൽ സൈൻ 0 അല്ലെങ്കിൽ സൈൻ 360 സൈൻ 180 സൈൻ 540 എല്ലാം 0 ആകുന്നുണ്ട്. ഓക്കെ, അതിന്റെ സൈൻ വാല്യൂസ്. അപ്പൊ നമുക്ക് എഴുതാം സൈൻ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു n പൈ. പൈ 180 ആണ്. അതായത് ആംഗിള് 180യുടെ മൾട്ടിപ്പിൾ ആകുന്ന സമയത്ത് അതിന്റെ സൈൻ 0 ആയിരിക്കും. അല്ലെ, ഇതെല്ലാം 180യുടെ മൾട്ടിപ്പിൾസ് ആണ്. n എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് എന്നുള്ള രീതിക്ക്. അപ്പോൾ 180യുടെ മൾട്ടിപ്പിൾ ആയിട്ട് ഏത് നമ്പർ സൈൻ ഇട്ടാലും നമുക്ക് 0 കിട്ടും. ഓക്കെ, ഇനി കോസ് എക്സ് 0 ആകുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 2n + 1 π/2. ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയാം. അതായത് π/2, അതായത് 90 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾസ് ഓഡ് ആകുന്ന സമയത്ത്, ഇപ്പൊ കോസ് എക്സ് 0 ആകുന്ന കണ്ടീഷൻസ് എപ്പോഴൊക്കെയാണ്? 90 വരുമ്പോ, 270 വരുമ്പോ, അങ്ങനെയൊക്കെ. അതായത് ഫസ്റ്റ് π/2 പിന്നെ 3π/2 അടുത്തത് 5π/2 കോസ് എക്സ് 0 ആകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, π/2 എല്ലായിടത്തും ഉണ്ട്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 1, 3, 5 അല്ല, ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സിന്റെ ഓൾജിബ്രിക് ഫോം 2n + 1 ആണ്. അത് പൊതുവേ ഉള്ള. അപ്പൊ 2n + 1 π/2 ആകുന്ന സമയത്ത് കോസ് എക്സ് 0 ആകുന്നു. അതായത് കോസ് എക്സ് 0 ആകണമെങ്കിൽ എക്സിന് ഒരു ഓഡ് നമ്പർ π/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് കോസ് എക്സ് 0 ആയിട്ട് കിട്ടുക. ഈ രണ്ടിടത്തും n z-ലെ എലമെന്റ് ആയിരിക്കണം. ഓക്കെ, അത്രയാണ് നമ്മൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇനി വരുന്നതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. അതായത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് സൈൻ കോസ് ടാൻ ആണ്. അത് തലതിരിച്ചിട്ടാൽ എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് കൊസീക് എക്സ് ആണ്. അതായത് 1/sin x നമ്മൾ കൊസീക് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൈൻ എക്സ് 0 ആകാൻ പാടില്ല. ആയാൽ എന്ത് പറ്റും? 1/0. അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ സൈൻ എക്സ് 0 ആകാൻ പാടില്ല. സൈൻ എക്സ് 0 ആകുന്ന കണ്ടീഷൻ നേരത്തെ പറഞ്ഞു. എക്സ് nπ ആകുമ്പോഴാണ് സൈൻ എക്സ് 0 ആകുക. അപ്പൊ ഇവിടെ എക്സ് nπ ആവരുത്. സോ എക്സ് നോട്ട് ഈക്വൽ ടു nπ. ഓക്കെ, അടുത്തത് 1/cos x. 1/cos x എന്ന് പറയുന്ന പേരാണ് sec x. അപ്പൊ cos x ഇവിടെ 0 ആകാൻ പാടില്ല. cos x 0 ആകുന്ന കണ്ടീഷൻ നേരത്തെ പറഞ്ഞു. x ഈക്വൽ ടു 2n + 1 π/2 ആണ് cos x 0 ആകുന്ന കണ്ടീഷൻ. അപ്പോൾ cos x 0 ആകാതിരിക്കാൻ x നോട്ട് ഈക്വൽ ടു 2n + 1 π/2. ഓക്കെ, ഇനി cot x എന്ന് പറയുമ്പോൾ 1/tan x ആണ്. ഓക്കെ,
അത് അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് കോട്ടെക്സിനെ നമുക്ക് വേറെ രീതിക്ക് എഴുതാം. സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആണെന്ന് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോട്ടെക്സ് എഴുതുമ്പോൾ 1 ടാൻ എക്സ് ആണ്. അപ്പോൾ കോസ് എക്സ് മുകളിലും സൈൻ എക്സ് താഴെയും വരണം. അതായത് കോസ് എക്സ് ബൈ സൈൻ എക്സ്. അപ്പോൾ സൈൻ എക്സ് 0 ആകാൻ പാടില്ല. സോ എക്സ് ഈക്വൽ ടു എൻ പൈ ആണ് സൈൻ എക്സ് 0 ആകാനുള്ള ചാൻസ്. അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു എൻ പൈ. അത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ അടുത്ത ഇക്വേഷൻ ഇപ്പൊ പഠിച്ച് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1ൽ നിന്ന് എങ്ങനെ അടുത്ത ഇക്വേഷനിലോട്ട് പോകാൻ നോക്കാം. ഞാൻ ആ ഇക്വേഷൻ ഒന്നുകൂടി എഴുതുന്നു. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഇതിലുള്ള 3 ഇതിനെ ഞാൻ ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഞാനിപ്പോൾ സൈൻ സ്ക്വയർ എക്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 3 ടേംസിനെ സൈൻ സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ വാല്യൂവിൽ ചേഞ്ച് വരില്ലല്ലോ. ഒരേ സാധനം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്താലും വാല്യൂവിൽ ചേഞ്ച് വരില്ല. അപ്പം ഞാൻ 3നെ ഒരേ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സൈൻ സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് 1 ആണ്. കാര്യം 2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 1 കിട്ടും, അതറിയാം. കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സിൽ സ്ക്വയർ രണ്ടിനും കോമൺ ആണ്. അതിനെ പുറത്തേക്ക് എടുത്തിട്ട് കളഞ്ഞാൽ കോസ് എക്സ് ബൈ സൈൻ എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 സൈൻ സ്ക്വയർ എക്സ്. നമുക്ക് 1 സൈൻ എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 1 പ്ലസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് നേരത്തെ പറഞ്ഞു എന്താണ്, കോട്ടെക്സ് ആണെന്ന്. ഓക്കെ, 1 പ്ലസ് കോട്ടെക്സിന്റെ സ്ക്വയർ ഈക്വൽ ടു 1 സൈൻ എക്സ് എത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കൊസീക്ക് എക്സ് ആണ്. അപ്പോൾ കൊസീക്ക് എക്സിന്റെ സ്ക്വയർ. ഓക്കെ, ഇനി സ്ക്വയറിനകത്തേക്കൊക്കെ ഇടാം. അപ്പോൾ 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർ എക്സ്. ഇതാണ് നമ്മുടെ അടുത്ത ഇക്വേഷൻ. ഇനി ഇതിൽ നിന്ന് നമുക്ക് വേറെ ഇക്വേഷൻസ് ഫോം ചെയ്യാവുന്നതാണ്. അതായത് 1 ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ്, കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 ഈക്വൽ ടു കോട്ട് സ്ക്വയർ എക്സ്. അങ്ങനെ അതായത് ഇത് ബേസ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഇപ്പം ഇതിന് ഇങ്ങോട്ട് കൊണ്ടുപോകും, അപ്പം മൈനസ് ആകും, അപ്പം 1 ഒറ്റയ്ക്ക് കിട്ടും. അങ്ങനെ ഓരോരുത്തേക്കും കൊടുത്തു കഴിയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആകും, നെഗറ്റീവ് പോസിറ്റീവ് ആകും. അങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് പഴയ പോലെ 3 ഇക്വേഷൻസ് ഫോം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ഇക്വേഷനിലോട്ട് പോകാം. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. നേരത്തെ ഞാൻ ഡിവൈഡ് ചെയ്തത് സൈൻ സ്ക്വയർ എക്സ് വെച്ചിട്ടാണെങ്കിൽ ഇനി ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് കോസ് സ്ക്വയർ എക്സ് വെച്ചിട്ടാണ്. സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സിനെ ഞാൻ രണ്ടും ഒരുമിച്ച് എഴുതുന്നു. സൈൻ എക്സ് ബൈ കോസ് എക്സ് ഹോൾ സ്ക്വയർ രണ്ടിനും കോമൺ ആയിട്ട് ഇങ്ങനെ ഞാൻ കൊടുക്കുന്നു. പ്ലസ് കോസ് സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് 1 ആണ്, ഈക്വൽ ടു 1 കോസ് എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആണ്. ടാൻ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു കോസ് എക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്, സീക്ക് എക്സ് ആണ്, സീക്ക് എക്സ് സ്ക്വയർ. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ടാൻ എക്സിന്റെ സ്ക്വയറിനെ ഞാൻ ടാൻ സ്ക്വയർ എക്സ് എന്ന് എഴുതുന്നു. ഈ എക്സിന് സ്ക്വയർ കൊടുക്കില്ല, ഫംഗ്ഷന് മാത്രമേ കൊടുക്കുള്ളൂ. ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 1 ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. നമ്മുടെ അടുത്ത ഇക്വേഷനായി. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് പുതിയ ഇക്വേഷൻസ് ഫോം ചെയ്യാം. സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അതായത് ഇതിനെ പ്ലസിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് മൈനസ് ആവും. അപ്പോൾ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 ഈക്വൽ ടു ടാൻ സ്ക്വയർ എക്സ്. അങ്ങനെ 3 ഇക്വേഷൻസ് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ 3 3 3, അപ്പോൾ 9 ഇക്വേഷനായി. അപ്പോൾ അതൊക്കെയാണ് ഇത്രയും ഭാഗത്ത് നിന്ന് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്നുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി വരുന്നത് ഇതിൻ്റെ ഒരു ടേബിളാണ്. അതായത് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, കൊസീക്ക് എക്സ്, സീക്ക് എക്സ്, കോട്ടെക്സ്. അത് ഓരോ നമ്പേഴ്സിനും 0 ആംഗിളിന് വരുന്നത് π/6. π/6 എന്ന് പറയുമ്പോഴേക്കും 30 ആണ്. π/4 45, π/3 60, π/2 90, π 180, 3π/2 270, 2π 360. അതായത് π എന്ന് പറയുമ്പോൾ നമ്മളവിടെ 180 ചേർത്തിട്ട് വായിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 180 കാര്യം ഇപ്പോൾ പറഞ്ഞു. π എന്ന് പറഞ്ഞാൽ 180 ആണ്. കാര്യം യൂണിറ്റ് സർക്കിളിൽ മൊത്തത്തിൽ അതിൻ്റെ പെരിമീറ്റർ 2π ആണ്. അപ്പോൾ ഹാഫ് പെരിമീറ്റർ സെമി സർക്കിളിൻ്റെ പെരിമീറ്റർ π ആണ്. ഓക്കെ, അപ്പോൾ π എന്ന് പറഞ്ഞാൽ 180 ആണ്. അപ്പോൾ 180 വെച്ചിട്ട് ആ പൈയുടെ അവിടെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് വായിക്കുക. അപ്പോഴാണ് അതിന് മീനിങ് ശരിക്കും കിട്ടുക. എല്ലാ കണക്കുകളും കൃത്യമായിട്ടും ചെയ്യാൻ സാധിക്കുക. ഇതിന് ട്രിക്കുകളുണ്ട്.
ട്രിക്കുകൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നീട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.